SIP എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും SIP സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ബട്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് ആർക്കും തന്നെ അറിയില്ല. സോ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് എങ്ങനെ ചെയ്യാം, എവിടെ ചെയ്യണം എന്നുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ദിസ് ഈസ് മീ അരുൺ ഹിയർ, യുവർ കോച്ച്, യുവർ മെന്റർ, യുവർ ട്രെയിനർ ഇൻ ട്രേഡിംഗ്. അപ്പോൾ നമുക്ക് നേരെ നോക്കാം ഏതായിരിക്കും നല്ലത്, ഏത് പ്ലാറ്റ്ഫോമിലൂടെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ. ആദ്യം തന്നെ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഡൺ എന്ന് പറയുന്ന ബ്രോക്കറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കുറേ അധികം അഡ്വാൻറ്റേജസ് ഉണ്ട് ബാക്കിയുള്ള ബ്രോക്കേഴ്സ് വെച്ച് നോക്കുമ്പോൾ. താഴെ ലിങ്ക് ഉണ്ട്, ഓടിപ്പോയി ആ സ്പെസിഫിക് ലിങ്ക് കൊണ്ട് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. കുറേ അധികം അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് അതിനകത്ത് കിട്ടുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ കുറച്ചധികം ഗിവ് അവേസ് ഉണ്ട് നമ്മുടെ റെഫറൽ ലിങ്ക് വെച്ച് കയറുന്ന ആൾക്കാർക്ക്. സോ എല്ലാവരും ആ ഒരു ലിങ്ക് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ ഡൺ ഓപ്പൺ ആക്കുന്നത് എങ്ങനെയാണെന്നും ഡണ്ണിൽ എങ്ങനെയാണ് എൻട്രി എടുക്കുന്നത് ഇതെല്ലാം ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഡന്നാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഡന്നിൻ്റെ വെബ് പോർട്ടൽ വഴി പറ്റത്തില്ല, നമുക്ക് ആപ്പ് വഴി മാത്രമായിരിക്കും നമുക്കിത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അതായത് ഈ SIPസിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ നിങ്ങൾക്ക് അത് റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമുക്ക് നേരെ നമ്മൾ ഇതിൻ്റെ ഹോം പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഓൾമോസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്, സെർട്ടൻ പൊസിഷൻ ഇപ്പോൾ വരണം. ഇപ്പോൾ കറൻറ്റ്ലി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ട് ക്രൂഡ് ഓയിലിൽ. അതിൻ്റെ ഫ്യൂച്ചേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്. ക്രൂഡ് ഓയിൽ മിനിയുടെ ഫ്യൂച്ചേഴ്സ് ആണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് കറൻറ്റ്ലി റണ്ണിങ്ങിലാണ്. ബട്ട് നിങ്ങൾക്ക് താഴത്തേക്ക് കാണാൻ പറ്റും കുറച്ചധികം എൻട്രീസ് ഇവിടെ കിടക്കുന്നില്ലേ, ഒരു ലോട്ടൊക്കെ വെച്ച് വാങ്ങിച്ചത്. വേറെ ഒന്നുമല്ല, നമ്മൾ കുറച്ച് എൻട്രീസ്, കുറച്ച് വീഡിയോസ് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് കമ്മ്യൂണിറ്റി മാർക്കറ്റിന്റെ ബേസിക്സ്, എങ്ങനെ നമുക്ക് ഗോൾഡിൽ ഒരു എൻട്രി എടുക്കാം, ഗോൾഡിന് വെറും 700 രൂപ തൊട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് വരെ നമ്മൾ ഇന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു ലോട്ടിന് വെറും 700 രൂപയുള്ളൂ. ആ രീതിയിൽ വരെ നമുക്ക് ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെയായിരുന്നു നമ്മളിവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോസും കുറച്ചധികം കാര്യങ്ങളുമായിരുന്നു. ബട്ട് എന്നാൽ ഇത് ഇപ്പോൾ എടുത്തിട്ടുള്ള ക്രൂഡ് ഓയിലിന്റെ ട്രേഡ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ട്രേഡാണ്, കുഴപ്പമില്ല. ഇത് നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ നമ്മളിത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഫൈൻ, നമുക്കപ്പം നോക്കാം ബാക്കി എങ്ങനെ എന്നുള്ളതല്ലേ. നമ്മൾ ടോപ്പിക് എന്ന് പറയുന്നത് SIPയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ്. അപ്പം നമ്മളിവിടെ നേരെ വരിക, ഹോമിൽ വരിക, നേരെ ഒന്ന് താഴത്തേക്ക് പോകുമ്പോൾ നമുക്കിവിടെ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ മ്യൂച്വൽ ഫണ്ട്സിന്റെ ഓപ്ഷൻ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് താഴത്തേക്ക് പോകുമ്പോൾ ഇൻവെസ്റ്റ് വിത്ത് ഈവൻ $500. നമുക്ക് വെറും 500 രൂപ SIP, സ്മോൾ SIPs ടു ബിഗിൻ. വെറും 500 രൂപ തൊട്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നൊരു കാര്യമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് പല രീതിയിലുണ്ട്. ഇപ്പം ലെറ്റ്സ് സേ ഹിയർ ഫസ്റ്റ് ലാർജ് ക്യാപ്പ് ഉണ്ട്, ദെൻ ഫ്ലെക്സി ക്യാപ്സ് ഉണ്ട്, ദെൻ മിഡ് ക്യാപ്പ് ഉണ്ട്, സ്മോൾ ക്യാപ്പ് ഉണ്ട്, ഫോക്കസ്ഡ്, ഇങ്ങനെ കുറച്ചധികം സെഗ്മെന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ നിങ്ങൾ സ്മോൾ ക്യാപ്പ് എടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ കണ്ടോ 166% ആണ് ഇവിടെ വന്നിട്ടുള്ളത്. 166% 3 വർഷം കൊണ്ട് റിട്ടേൺസ് ഇവിടെ കൊടുത്ത 3 years റിട്ടേൺ എന്ന് പറയുന്നത് 3 വർഷം കൊണ്ട് 116% ആണ് റിട്ടേൺസ് വന്നിട്ടുള്ളത്. മിഡ് ക്യാപ്പിലാണെങ്കിലോ 3 വർഷം കൊണ്ട് 162% റിട്ടേൺ തന്നിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് SIP ആണ്. മോട്ടിലാൽ ഓസ്വയുടെ മിഡ് ക്യാപ്പ് ഫണ്ടാണ്, ഡയറക്ട് ഫണ്ടാണ് നമുക്ക് അവിടെ വന്നിട്ടുള്ളത്. അതേസമയം ഫ്ലെക്സി ക്യാപ്പിലോട്ട് വരുമ്പോഴാണല്ലോ ഓൾമോസ്റ്റ് 82% വന്നിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ ഇന്ത്യൻ ഫ്ലെക്സ് ക്യാപ്പ് ആണ് അത് അവിടെ വന്നിട്ടുള്ളത്. ലാർജ് ക്യാപ്പ് വരികയാണെങ്കിൽ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് പല രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് കൂടുതൽ റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്മോൾ ക്യാപ്പിലോട്ട് പോകാം. എന്നാൽ വലിയ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ മിഡ് ക്യാപ്പ് പോകാം. ബട്ട് സേഫ് സോൺ വേണമെന്നുണ്ടെങ്കിൽ ലാർജ് ക്യാപ്പിൽ നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല. വേറൊരു കാര്യമുണ്ട്, നമുക്ക് സേഫ് സോണിൽ നിന്ന് അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അത് ഇവിടെ തന്നെ നമുക്ക് വിസിബിൾ ആണ്. ലാർജ് ക്യാപ്പിൽ നമുക്ക് 72% റിട്ടേൺ തന്നിട്ടുള്ളത്. അതേസമയം നമുക്ക് മിഡ് ക്യാപ്പിലോ 162% റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. ദെൻ സ്മോൾ ക്യാപ്പിൽ വേരി ചെയ്ത് നിൽക്കുന്നുണ്ട് 116% എന്ന രീതിയിലൊക്കെ പലതും നിൽക്കുന്നുണ്ട്. ബട്ട് എന്നാൽ SBIയുടെ PSU ഫണ്ട് ഡയറക്റ്റ് ഓൾമോസ്റ്റ് ലാസ്റ്റ് 3 വർഷമായിട്ട് 172% റിട്ടേൺസ് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് നോക്കി സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് നോക്കി സെലക്ട് ചെയ്യാൻ 169% തന്നിട്ടുണ്ട്. ദെൻ പല സെർട്ടൻ പെർസെൻറ്റേജുകൾ നല്ല രീതിയിൽ തന്നെ ഇവിടെ റിസൾട്ട് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്നാൽ വലിയ രീതിയിലോട്ട് അങ്ങോട്ട് നോക്കാനായിട്ട് പോകുന്നില്ല. നമുക്കിവിടെ HSBC ലാർജ് ഫണ്ട്സ് കുഴപ്പമില്ല, ദെൻ SBI ബ്ലൂ ചിപ്പ് ഫണ്ട്സ് കുഴപ്പമില്ല. എനിക്ക് പേഴ്സണലി തോന്നുന്നതാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യുക, എന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാതെ ഡയറക്റ്റ് വിട്ടാ ഇതവിടെ കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട് നേരെ അത് പോയി എടുക്കാം എന്നുള്ള രീതിയിലോട്ട് പറയുന്നില്ല ഞാൻ. ഇവിടെ മോട്ടിലാൽ ഓസ്ട്രേലിയ മിഡ് ക്യാപ്പ് ഫണ്ട് കുഴപ്പമില്ല അത്യാവശ്യം. ഇതിലെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അത് സെലക്ട് ചെയ്യുക. മോട്ടിലാൽ ഓസ്ട്രേലിയ നമ്മളിപ്പോൾ എടുത്ത പോലെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നുള്ളത്. എന്നിട്ട് ഇവിടെ ഇൻവെസ്റ്റ് നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇൻവെസ്റ്റ് നൗ പ്ലാൻ കൊടുക്കുക. എന്നിട്ട് 2500 രൂപ എത്ര രൂപ തൊട്ട് വേണമെങ്കിലും നമുക്കിത് ചെയ്യാൻ കഴിയും. ഞാനൊരു 500 രൂപ എന്ന രീതിയിൽ തന്നെ ഞാൻ കൊടുക്കുകയാണ്. റൈറ്റ്, ലെറ്റ്സ് സീ.
സോ ഓൾമോസ്റ്റ് ലൈക്ക് 500 നമ്മൾ ഇത് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ദെൻ ഡയറക്റ്റ്ലി ഇത് ഏത് നമ്പറിലോട്ടാണ് നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ളത് ആ നമ്പറിലോട്ട് ഒരു OTP പോകുന്നതായിരിക്കും. അവിടുന്ന് നമ്മൾ അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളിത് ആ ഒരു 500 രൂപീസ് നമ്മൾ ആഡ് ഓൺ ചെയ്ത് OTP ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പേജ് ആയിരിക്കും വരിക. അവിടെ നമുക്ക് ഗൂഗിൾ പേയോ ഫോൺ പേയോ എന്ത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പം ഞാൻ ജസ്റ്റ് ലൈക്ക് UPI ID തന്നെ ഇവിടെ കൊടുക്കുകയാണ്. മേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് $500 എന്ന് നമുക്കിവിടെ വന്നേക്കുകയാണ്. അപ്പോൾ ഇത് ഡയറക്റ്റ്ലി നമ്മളെ പേയ്മെന്റ് ഗേറ്റ്വേയിലോട്ട് പോകുന്നതായിരിക്കും. അവിടുന്ന് നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് ഓട്ടോ പേ മാക്സിമം ലിമിറ്റ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് ഈ റേഞ്ച് തന്നെ കാണിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ഏത് അക്കൗണ്ടാണോ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് നമ്മൾ അതുകൂടെ ചെയ്ത് കാണിച്ചേക്കുക. അത് കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക. ദെൻ നമുക്ക് വരുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ നോക്കും. ദെൻ നമുക്കിത് വെരിഫൈ ചെയ്യാൻ പറ്റുന്നത് ഡെബിറ്റ് കാർഡും ഉണ്ട്, നെറ്റ് ബാങ്കിങ് ത്രൂ ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഡെബിറ്റ് കാർഡ് മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് നേരെ സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഡെബിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ലെറ്റ്സ് സീ. ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കൊടുത്ത് കാര്യങ്ങളെല്ലാം അപ്രൂവ് ചെയ്ത് നോക്കി കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ഡേറ്റ സി വളരെ എളുപ്പമാണ്. അതിന് വലിയ ടെക്നിക്കൽ നോളജോ കാര്യമൊന്നും വേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ മോട്ടിലാൽ ഓസ്ലയുടെ ഞാൻ എടുത്തു വെച്ച് നിങ്ങൾ ഓടിപ്പോയിട്ട് അത് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസ് ചെയ്തിട്ട് മാത്രമായിരിക്കണം ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് പലരും ചോദിക്കുന്ന കാര്യമാണ് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമോ എന്ത് ചെയ്യണം എന്നുള്ളത്. അതിനുവേണ്ടി മാത്രം ഇതിങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചത് മാത്രമാണ്, വേറൊന്നും തന്നെ ഇല്ല. ജസ്റ്റ് ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്, റൈറ്റ്? അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ ഇതിനെപ്പറ്റി തോന്നിയിട്ടുള്ളത്, കൊള്ളാമെങ്കിൽ കൊള്ളാന്ന് പറഞ്ഞാൽ കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് തന്നെ പറഞ്ഞോ. എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വരുത്തണമെന്നുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾ പറയുക. തീർച്ചയായിട്ടും നമ്മളത് വാല്യൂ ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്സ് താഴെ പറയുക. നമ്മൾ അതിനനുസരിച്ച് വീഡിയോസ് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ദാറ്റ്സ് ഇറ്റ് ആൻഡ് സീ യു ദേർ ഇൻ നെക്സ്റ്റ് വീഡിയോ.